അനശ്വര നടൻ സത്യൻ മാസ്റ്റർ വിടവാങ്ങിയിട്ട് ഇന്ന് 50 വർഷം പൂർത്തിയാവുകയാണ്. സത്യനൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ച KPSC ലീല സത്യനെ ഓർക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. നിരവധി കഥാപാത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയെ അത്ഭുതപ്പെടുത്തിയ നടനാണ് സത്യൻ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 50 വർഷം പിന്നിടുകയാണ്. അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് പ്രശസ്ത നടി KPSC ലീലയാണ്. അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചതിൻ്റെ അവസരത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, ഒപ്പം അദ്ദേഹം ഇവരോട് കാണിച്ച സ്നേഹം ഉൾപ്പെടെ പങ്കുവയ്ക്കാൻ KPSC ലീല നമുക്കൊപ്പം ചേരുകയാണ്. സത്യൻ എന്ന് പറയുന്ന മഹാനടനൊപ്പം അഭിനയിക്കാനുള്ള വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഞാൻ നാടകത്തിൽ നിന്നാണ് സിനിമയ്ക്ക് പോകുന്നത്. പക്ഷേ ഞാൻ KPSCയിലായിരുന്നുകൊണ്ടായിരിക്കണം ഒരു പ്രത്യേക പരിഗണന തന്നാണ് ഞങ്ങളെ സ്വീകരിച്ചിരുന്നത്. പക്ഷെ എന്നോടൊക്കെ വളരെ സ്നേഹം. അദ്ദേഹം ഇരിക്കുന്നിടത്ത് തന്നെ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഉടനെ എന്നെ കസേര കൊണ്ടുവന്നിട് എന്നാരോടെങ്കിലും ബോയ്സ് ആരോടെങ്കിലും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവിടെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ, ഒത്തിരി നേരമൊന്നും സംസാരിക്കില്ല, അങ്ങനെയൊക്കെ സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്തിരുന്ന ഒരു വലിയ നടനായിരുന്നു ശ്രീ സത്യൻ സാർ. അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. എത്ര സിനിമകൾ അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു? ആദ്യം മുടിയനായ പുത്രനിലായിരുന്നു. അതിൽ ഞാനിങ്ങനെ ഒരു പാട്ട് പാടി ഇങ്ങനെ വരുന്ന സീനേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊരു മീറ്റിങ്ങിൽ ഇരിക്കുന്നിടത്തുനിന്ന് ഞാൻ എഴുന്നേറ്റ് പോകുന്നു, അത്രയേ ഉള്ളൂ അതിൽ ഞങ്ങൾ തങ്ങളിലുള്ള സീന. പിന്നീടുള്ള പുതിയ ആകാശം പുതിയ ഭൂമിയാണ്. അതും KPSCയുടെ നാടകം തന്നെ സിനിമയാക്കി. അപ്പം ഞാനും രാഗിണിയും കൂടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ വരുന്ന ഒരു സീനാണുള്ളത്. അപ്പോഴും അതുപോലെ തന്നെ നമ്മളോടൊപ്പം സഹകരിച്ച് സ്നേഹത്തോടെ തന്നെ വളരെയധികം തൻ്റെ കൂട്ടത്തിൽ അഭിനയിക്കുന്നവരെ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രത്യേക ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയെ കാണാൻ. അതിൽ ശ്രീ പിന്നെ സത്യൻ സാറും ഞാനും ഒക്കെ ഉള്ള ഞങ്ങൾ 4 പേര്. ശ്രീ മധു ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ ലവറായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഞങ്ങൾ 4 പേര് കൂടി സൈക്കിളിൽ നിന്ന് വീഴുന്ന ഒരു സീനൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടേക്കിൽ തെറ്റുപറ്റി അദ്ദേഹം ഭയങ്കര ചിരിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനത് പറയാൻ കാരണം ആ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ പല പ്രാവശ്യം എടുത്തു, ഇങ്ങനെയൊക്കെ വരും. അവിടെയൊക്കെ എത്ര ക്ഷമയോടെ സഹിഷ്ണുതയോടെ ഇരുന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു നടനായിട്ടാണ് എൻ്റെ അനുഭവത്തിലുള്ളത്. വ്യക്തിപരമായ ഒരു വലിയ അംഗീകാരമാണ് സത്യനെ പോലൊരു മികച്ച നടനൊപ്പം അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. ആദ്യമായി അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ വിളിച്ചപ്പോൾ മനസ്സിൽ എന്തായിരുന്നു തോന്നിയത്? എനിക്കതിന് കഴിയുമോ? അന്ന് ഞാൻ അത്രയും പ്രായവും പക്വതയൊന്നും ആകാത്തൊരു എന്താണ്. അപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത പിന്നെ ഞങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹത്തെ. KPSCയുടെ നാടകങ്ങൾ എവിടെ വെച്ച് കാണാൻ സൗകര്യമുണ്ടെങ്കിലും, ഇപ്പം മദ്രാസിലാണെങ്കിലും ഷൂട്ടിംഗ് നിർത്തിയിട്ട് വന്ന് അദ്ദേഹം നാടകം കാണുകയും ഞങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രകൃതമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു വിഷമം തോന്നിയെങ്കിലും ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം സഹകരിച്ചിരുന്നത്. സത്യനെ ജീവിതത്തിൽ ആദ്യമായി കണ്ട ആ നിമിഷം അത് ഓർമ്മയുണ്ട്? ഇപ്പോൾ അത് മദ്രാസിൽ വെച്ചാണ്. മദ്രാസിൽ വെച്ച് നാടകം കണ്ടു. അന്ന് ഞാൻ ഡാൻസ് ചെയ്യുന്ന സീനാണ്. ഇങ്ങനെ പറഞ്ഞ് എന്നെ ഇങ്ങനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത ഒരനുഭവം എനിക്കുണ്ട്. അതൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത് അത്ര വലുതായിരുന്നല്ലോ. അതുകൊണ്ട് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഈ സെറ്റിലൊക്കെ മറ്റ് സഹനടന്മാരോടും നടിമാരോടൊക്കെ സത്യൻ മാഷിൻ്റെ ഒരു സംസാര രീതി, അതോടൊപ്പം തന്നെ ആ പെരുമാറ്റ രീതിയൊക്കെ എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും? റുണ്ട്. ഇപ്പം മിസ് കുമാരിയൊക്കെ വരുമ്പോൾ മിസ് കുമാരിയും ഞാനും കൂടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ മിസ് കുമാരിയൊക്കെ വെറുതെ ഇങ്ങനെ അവർ തങ്ങളുടെ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ച അനുഭവങ്ങളുള്ളത് കൊണ്ടും അവർ വളരെ പരിചയമുള്ളത് കൊണ്ടും തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും ആയിട്ടിങ്ങനെ കൂടി എൻ്റെ കണ്ണടച്ച് കാണിക്കും, ചുമ്മാതെ പറയുകയാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരോടും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടുന്ന ഒരു ചില സമയത്ത് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന കാണാം.
KPSCയിലെ നാടകങ്ങൾ സിനിമയായപ്പോഴാണ് കൂടുതലും അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത്. ആ ഒരു ഘട്ടത്തിൽ മുൻപ് ചെയ്ത കഥാപാത്രങ്ങൾ തന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരം സമാനമായ കഥാപാത്രങ്ങളെ വെള്ളിത്തിരിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അഭിനയ നേട്ടമെന്ന്, അല്ലെങ്കിൽ അഭിനയ മുഹൂർത്തത്തിൽ അത് വലിയ തുണയായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കൂടുതലുണ്ടായിരുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ്. അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്കങ്ങനെ അഭിനയിക്കുമ്പോൾ വല്ലാത്തൊരു ശങ്കയൊന്നും തോന്നിയിരുന്നില്ല. കാരണം നമ്മളെന്ന് സ്റ്റേജിൽ ദിവസേന 2-3 നാടകങ്ങൾ കളിക്കുന്ന അങ്ങനെ അതുമായിട്ടുള്ള ഒരു പരിചയമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിഷമമൊന്നും തോന്നിയിരുന്നില്ല. അങ്ങനെ ഒരുമിച്ച് പോകുമായിരുന്നു. സത്യമാഷിൻ്റെ നായികയായിട്ട് അഭിനയിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം തോന്നിയ കഥാപാത്രം അല്ലെങ്കിൽ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ യഥാർത്ഥത്തിൽ ഒരു സ്റ്റേജ് കലാകാരി എന്നൊന്നും മാത്രമല്ല, സിനിമയിൽ വരുമെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു സാഹചര്യം എനിക്കുണ്ടാകും. ഞാൻ വെറും നാട്ടിൻപുറത്ത് വളർന്ന ഒരു പെണ്ണായിരുന്നു. അതുകൊണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ ഏതോ കാര്യങ്ങളാണെന്നാണ് ധരിച്ചിരുന്നത്. നാടകത്തിൽ അഭിനയിക്കുമ്പോഴും സിനിമയിലേക്ക് പോകും എന്നുള്ളൊരു ധാരണയില്ല. അവിചാരിതമായി പോയി അഭിനയിച്ചു. അതിൽ സന്തോഷം അഭിമാനമൊക്കെ തോന്നി. ഇത്രയേ ഉള്ളൂ. അന്നത്തെ കാലത്ത് സത്യനൊപ്പം തന്നെയാണെങ്കിലും പ്രേം നസീറുണ്ട്, മധുസാറുണ്ട്, അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യനോട് തന്നെ ആയിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടുതലുണ്ടായിട്ടുള്ളത് സത്യൻ സാറുമായിട്ടാണ്. അപ്പോൾ അദ്ദേഹമായിട്ടല്ലേ. പിന്നെ മധു എന്ന് പറയുന്ന അമ്മയെ കാണാൻ എന്നുള്ള ഒരു സിനിമയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ സിനിമയ്ക്ക് പോയില്ല. പക്ഷേ എന്നെ മദ്രാസിൽ നിന്ന് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. ലീല സിനിമ വിട്ടത് എന്തുകൊണ്ടാണ് എന്ന്. ഒത്തിരിയും അവസരങ്ങളുണ്ടായിരുന്നല്ലോ, എന്തേ വന്നില്ല എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, അന്ന് ഇന്നത്തെ പോലെ ഫോണും കാര്യങ്ങളൊന്നുമില്ലല്ലോ, മൊബൈലൊന്നുമില്ല. അപ്പോൾ ഓഫീസിൽ വിളിക്കുമ്പോൾ ഞാൻ നർത്തകിയും നടിയും കൂടെ ആയതുകൊണ്ട് രണ്ടും കൂടെ ഉള്ള ഒരാളിനെ പെട്ടെന്ന് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എന്നെ വീട്ടില്ല. ഇങ്ങനെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് എന്നെ വീട്ടില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, അയ്യോ ലീല അതിൻ്റെ അകത്ത് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, എന്തേ ലീല വരാതിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കറിയില്ല ആ കാര്യം എന്ന്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. ചെമ്മീൻ, അതോടൊപ്പം തന്നെ നീലക്കുയിൽ, അതുപോലെ നിരവധി സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ സത്യമാഷ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സത്യമാഷിൻ്റെ ഇഷ്ടം തോന്നിയ കഥാപാത്രം ഏതാണ്? അന്നങ്ങനെ കൂടുതൽ സിനിമകൾ കാണാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. ഇല്ലാന്ന് പറയാൻ കാരണം അതാണ്, ഞങ്ങളുടെ വീട്ടിൽ നാട്ടിൻപുറമാണ്, അവിടെ തിയേറ്ററില്ല. പിന്നെ ഈ നാടകത്തിന് പോകുമ്പോൾ ഒരു ദിവസം എങ്ങനെ അവധി കിട്ടുമ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന പോയിട്ട് സാർ ഞങ്ങളെങ്ങാനും പരിചയമുള്ള ഏതെങ്കിലും, അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് പരിചയവും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഒരു സിനിമ കാണിക്കുക. അങ്ങനെ ഒരു സിനിമ കാണുന്ന ശീലമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെമ്മീൻ എനിക്ക് ഒത്തിരി വളരെയധികം നമ്മളെ ആ കഥാപാത്രത്തോട് ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നു ചെമ്മീനായിരുന്നു അന്ന്. പിന്നെ ഞാൻ എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അവസരം വന്നത് അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യമാഷ് കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ച ഒരാളാണ്. അദ്ദേഹത്തിനൊപ്പം മറ്റ് കോമ്പിനേഷൻ, മറ്റ് ക്യാരക്ടറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെയർ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ആരൊക്കെ തമ്മിൽ? സത്യമാഷിനോട് ആരഭിനയിച്ചപ്പോഴാണ്? അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അധികം സിനിമകൾ കാണാത്തത് കൊണ്ടും എനിക്കങ്ങനെ അതേക്കുറിച്ച് തീർത്ത് പറയാൻ എനിക്ക് കഴിയില്ല. സത്യമാഷ് KPSCയുടെ നാടകങ്ങളൊക്കെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഒരാളായിരുന്നു. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ താങ്കൾ ചെയ്തൊരു കഥാപാത്രം അത് വളരെ നന്നായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിനന്ദനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്കത് വളരെ ഇപ്പോഴും അഭിമാനത്തോടെ ഞാൻ ഓർത്ത് വയ്ക്കുന്ന ഒരു കാര്യം, തുലാഭാരം നാടകം, കൂട്ടുകുടുംബം നാടകം കഴിഞ്ഞപ്പോഴും അദ്ദേഹം വന്ന് നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ തുലാഭാരം നാടകത്തിൽ ഇൻ്റർവെല്ലിന് മുമ്പ് കുഞ്ഞുങ്ങളെ ചട്ടകം വെച്ച് പൊള്ളിച്ചു എന്ന് പറയുന്ന ഒരു സീനുണ്ട്. ഒരാൾ വന്ന് പറയും, അത് കേൾക്കുന്ന ഒരമ്മയുടെ ആ വികാരത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് കർട്ടൻ വീഴുന്നത്. കർട്ടൻ വീഴുന്നതെന്ന് പറഞ്ഞാൽ മദ്രാസിലാണ് അദ്ദേഹം നാടകം കാണാനിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ട് റോയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ കർട്ടനിങ് വീണ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നോട് എന്ന് പറഞ്ഞാൽ ആ സീൻ അത്രയും ആളുകൾക്ക് അത്രയും ഫീലിംഗ് ഉണ്ടാക്കുന്നതായിരുന്നു. ഇങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞ് നാടകം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ, ഞങ്ങളുടെ ഡ്രസ്സ് മാറാൻ പോകും.
അപ്പോഴേക്കും കൈ അടിച്ചുകൊണ്ടാണ് കയറി വരുന്നത് ഞങ്ങളെ കാണാനായിട്ട്. കൈ അടിച്ചു. ലീല നന്നായിരുന്നു കേട്ടോ, ഒത്തിരി നന്നായിരുന്നു, മനസ്സിൽ തട്ടി. അത് കേട്ടപ്പോൾ എനിക്ക് സത്യൻ സാറിനെ പോലുള്ള ഒരാളെ എന്നെ അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അംഗീകാരമായിട്ട്. നാടകങ്ങൾക്കൊന്നും അവാർഡുകളൊന്നുമില്ല ഞാനൊക്കെ അഭിനയിക്കുന്ന കാലത്ത്. പക്ഷെ അതെൻ്റെ മനസ്സിൽ നിന്ന് ഇന്ന് വരെ പോകാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവമാണത്. വളരെ കുറച്ച് കാലം മാത്രമാണ് സത്യൻ മാഷ് ഈ രംഗത്തുണ്ടായിരുന്നത്. അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മെ വിട്ട് പോവുകയും ചെയ്തു. ആ വാർത്ത കേട്ടപ്പോൾ, ആ മരണ വാർത്ത കേട്ടപ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിൽ ഓടി വന്നത്? അതൊരു വലിയൊരു ദുഃഖവാർത്ത തന്നെയായിരുന്നു. പേപ്പർ എടുക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. എനിക്കത് അങ്ങനെ ചിന്തിക്കാൻ പോലും, ഇത്രയ്ക്ക് ആയില്ലല്ലോ അദ്ദേഹം, ഇത്ര വേഗം പോയല്ലോ എന്നുള്ളൊരു വലിയ പ്രയാസം തോന്നി. കാരണം അദ്ദേഹമായിട്ട് കുറച്ച് നാളത്തെ പരിചയത്തിൻ്റെ അല്ല, അദ്ദേഹം എന്ന വലിയ കലാകാരൻ നമ്മളെ വിട്ടു പോയല്ലോ എന്നുള്ളൊരു ദുഃഖം വല്ലാതെ തോന്നിയിരുന്നു. സത്യൻ മാഷിനൊപ്പം അഭിനയിച്ച ആ നിമിഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയായിരുന്നു പ്രശസ്ത നടി കൂടിയായ KPC ലീല. അതോടൊപ്പം തന്നെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എല്ലാം നമ്മളോട് വിവരിക്കുകയായിരുന്നു. ക്യാമറ പേഴ്സൺ മനോജ് PL നോബിൾ മാരിക്കാരൻ, മീഡിയ 1 കൊല്ലം.